നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിൽ എവിടെ വെച്ച് കണ്ടാലും അപ്പോൾ തുടങ്ങും ഇന്റർനെറ്റിൽ ഒരു വമ്പൻ ആഘോഷം. മോദിയുടെ ആ ഒരു പ്രത്യേക ഓറയും മെലോണിയുടെ സൗന്ദര്യവും കൂടി ചേരുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അതൊരു ഉത്സവമാണ്. ഇവർ രണ്ടുപേർക്കും കൂടി ഇന്റർനെറ്റ് നൽകിയ ഒരു ചെല്ലപ്പേരുണ്ട്, മെലഡി. ഇത്തവണ ഇറ്റലിയിൽ വെച്ച് കണ്ടപ്പോൾ മോദി മെലഡിക്ക് കൊടുത്തത് സാക്ഷാൽ മെലഡി ചോക്ലേറ്റ് ആണ്. വീഡിയോ വൈറലായി. പക്ഷെ ഇത് കണ്ട് ഷെയർ മാർക്കറ്റിൽ പണമിറക്കാൻ പോയ നമ്മുടെ ചില സാധാരണക്കാർക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. സംഭവം ഇതാണ്: മോദി മെലണിക്ക് മെലഡി ചോക്ലേറ്റ് കൊടുക്കുന്ന വീഡിയോ വൈറലായതോടെ നമ്മുടെ നാട്ടിലെ ചില നിക്ഷേപകർക്ക് ഒരു ഐഡിയ തോന്നി. വരും ആഴ്ചകളിൽ മെലഡിയുടെ സെയിൽസ് കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. മെലഡി ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ നല്ല ലാഭം കിട്ടുമല്ലോ. അങ്ങനെ അവർ നേരെ ഷെയർ മാർക്കറ്റിൽ പോയി പാർലെ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ഷെയറുകൾ വാരിക്കൂട്ടി. ഇതോടെ ആ കമ്പനിയുടെ ഷെയർ വില ഒറ്റയടിക്ക് 5% കുതിച്ചുയർന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഷെയർ 7% മുകളിലാണ്. എന്നാൽ ഈ വാങ്ങിക്കൂട്ടിയവർ ആരും ഒരു കാര്യം അറിഞ്ഞില്ല: ഈ കമ്പനിക്ക് മെലഡി ചോക്ലേറ്റുമായി യാതൊരു ബന്ധവുമില്ല. പഴയ പേപ്പർ മാലിന്യം റീസൈക്കിൾ ചെയ്യുന്നതും റിയൽ എസ്റ്റേറ്റും ഒക്കെയാണ് ഈ പറയുന്ന പാർലെ ഇൻഡസ്ട്രീസിന്റെ പണി. മെലഡി ചോക്ലേറ്റ് കണ്ട് കൊതിച്ച് കടലാസ് കമ്പനിയിൽ പണം ഇറക്കി കാത്തിരിക്കുകയാണ് നമ്മുടെ നിക്ഷേപകർ. അപ്പോൾ പിന്നെ ആരാണ് ഈ മെലഡി ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്? അത് പാർലെ പ്രോഡക്ട്സ് എന്ന മറ്റൊരു കമ്പനിയാണ്. നമ്മൾ ചായക്കൊപ്പം കഴിക്കുന്ന പാർലേജി ബിസ്ക്കറ്റും മാംഗോ ബൈറ്റും പോപ്പിൻസും ഒക്കെ ഉണ്ടാക്കുന്ന അതേ കമ്പനി. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥ കമ്പനി ഷെയർ മാർക്കറ്റിൽ ഇല്ല എന്നതാണ്. അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അതുകൊണ്ട് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അതിന്റെ ഷെയർ വാങ്ങാനും കഴിയില്ല. കമ്പനിയുടെ പേരിൽ സാമ്യം തോന്നിയപ്പോൾ ആളുകൾ ഒന്നും നോക്കാതെ എടുത്തു ചാടിയതാണ്. അതൊക്കെ പോട്ടെ, എന്തുകൊണ്ടാണ് മോദിയും മെലോണിയും ഒന്നിക്കുമ്പോൾ ആളുകൾക്ക് ഇത്ര ആവേശം? രണ്ടുപേരും അവരവരുടെ രാജ്യത്തെ ശക്തരായിട്ടുള്ള വലതുപക്ഷ നേതാക്കളാണ്. ഒരേ ചിന്താഗതിക്കാരായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ രാഷ്ട്രീയമായും വ്യക്തിപരമായും നല്ലൊരു സൗഹൃദമുണ്ട്. ആ അടുപ്പം കാണുമ്പോഴാണ് ഇന്റർനെറ്റ് മുഴുവൻ ആവേശത്തിലാകുന്നത്. ജോർജിയ മെലോണിയും നരേന്ദ്രമോദിയും ചേർന്നപ്പോഴാണ് ഈ മെലഡി എന്ന പേര് തന്നെ ഉണ്ടായത്. ഈ വീഡിയോ മെലഡി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും നോക്കൂ പ്രധാനമന്ത്രി മോദി എന്താണ് എനിക്ക് കൊണ്ടുവന്നതെന്ന് നോക്കൂ എന്ന് പറയുകയും ചെയ്തതോടെ സംഭവം സൂപ്പർ ഹിറ്റായി. ഇതാണ് ഷെയർ മാർക്കറ്റിലെ ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചത്. മെലണിക്ക് മെലഡി എന്ന് കേൾക്കുമ്പോൾ ഇനി മതിരിക്കുമെങ്കിലും നമ്മുടെ നാട്ടിലെ ചില നിക്ഷേപകർക്ക് മെലഡി ഒരു കൈപ്പേറിയ ഓർമ്മയാകാനാണ് സാധ്യത. സാധാരണക്കാരായ നിക്ഷേപകർക്ക് ഇതൊരു വലിയ പാഠമാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോകളോ പേരിന്റെ സാമ്യമോ മാത്രം നോക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഷെയർ മാർക്കറ്റിൽ എറിയരുത്. ഏത് കമ്പനിയാണ് അവർ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി അന്വേഷിച്ച് നോക്കിയിട്ടേ നിക്ഷേപിക്കാൻ പാടുള്ളൂ. ന്യൂസ് ഡെസ്ക്.